ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാന പെരുന്നാൾ കൊണ്ടാടുന്ന നല്ല സമയമാണിത്. ഈസ്റ്റർ എന്ന് ലോകം പറയാറുണ്ട്. ഈസ്റ്റർ എന്ന വാക്ക് ബൈബിളിലില്ല. ഇസ്റ്റാർ എന്ന ദേവതയിൽ നിന്ന് വന്ന ഒരു പേരാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈസ്റ്റർ എന്ന് പറയാറില്ല. അതിനേക്കാൾ കൂടുതൽ നമ്മൾ പറയുന്ന പുനരുത്ഥാന പെരുന്നാൾ എന്നാണ്. ദ റിസറക്ഷൻ ഫെസ്റ്റിവൽ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന പെരുന്നാളാണിത്. അതൊരു വലിയ ദിവസം തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. ലോകത്തുള്ള മതങ്ങളിൽ ഒന്നും തന്നെ ഒരു സൂചന പോലും ഇല്ലാത്ത ഒരു ആശയമാണ് മരിച്ചവർ ഉയർക്കുക എന്നുള്ളത്. ക്രിസ്തുമതത്തിന് മുൻപുണ്ടായിരുന്ന യഹൂദ മതത്തിലും ക്രിസ്തുമതത്തിലും മാത്രമാണ് ഈ ആശയമുള്ളത്. ക്രിസ്തുമതത്തിന് ശേഷം ലോകത്ത് വന്നതായിരിക്കുന്ന ചില മതമുണ്ട്. ആ മതത്തിലും ഈ ആശയമുണ്ട്. അത് പിന്നെ ക്രിസ്തുമതത്തിൽ നിന്ന് കടമെടുത്ത ഒരാശയമാണ്. മറ്റ് അന്യമതങ്ങളിലൊന്നും മരിച്ച ആളുകൾ ഉയർക്കുക എന്നില്ല. പല മതങ്ങളിലും മരിച്ചവരുടെ ശരീരത്തെ കത്തിച്ച് കളയാണ്. കാരണം അതേ സംബന്ധിച്ച് പിന്നെ ഒരു പരിപാടിയില്ല. 5 elements ഷാൽ ജോയിൻ വിത്ത് 5 elements എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ബൈബിൾ അങ്ങനെയല്ല പറയുന്നത്. ബൈബിൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർ മരിച്ചാൽ വീണ്ടും ജീവിക്കുമെന്നുള്ളതായിരിക്കുന്ന ആശയം. അത് കർത്താവാണ് ഈ ആശയത്തെക്കുറിച്ച് പറഞ്ഞത്. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, താൻ മരിച്ചാൽ തൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല, അത് വീണ്ടും തുടരുന്നു എന്ന് പറഞ്ഞു. കർത്താവ് വെല്ലുവിളിച്ചു, എൻ്റെ ഈ ശരീരം നിങ്ങൾ നശിപ്പിക്കുക, ഞാനതിനെ വീണ്ടും പണിയാൻ ഉയർപ്പിക്കാമെന്ന് പറഞ്ഞു. ശിഷ്യന്മാരുടെ കർത്താവ് പല പ്രാവശ്യം പറഞ്ഞു, ഞാൻ യെരുശലേമിലേക്ക് പോകും, അവിടെ വെച്ച് പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഒക്കെ കയ്യിൽ ഞാൻ അകപ്പെടും, അവരെന്നെ റോമക്കാർക്ക് ഏൽപ്പിക്കും, അങ്ങനെ ജാതികൾ എന്നെ ക്രൂശിച്ചു കൊല്ലും, പക്ഷേ അതിൻ്റെ അവസാനമായിരിക്കുകയില്ല, 3-ാമത്തെ ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ശിഷ്യന്മാർക്കറിയാമായിരുന്നു, എങ്കിലും കർത്താവ് ഉയർക്കുന്നത് വരെ വ്യക്തമായിട്ട് അവരതേക്കുറിച്ച് ഒന്നും ചിന്തിച്ചിരുന്നില്ല. അവർക്ക് ബുദ്ധിയിലറിയാമായിരുന്നുവെങ്കിലും ചിന്തിച്ചിരുന്നില്ല. കർത്താവിനെ വെറുത്തവരാണ് യഹൂദന്മാരിൽ നല്ലൊരു പങ്ക്. പ്രത്യേകിച്ച് ശാസ്ത്രിമാരും പരീശന്മാരും സന്നീദ്ര സംഘവും ഒക്കെ എതിർത്തിരുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് കർത്താവിൻ്റെ പിന്നാലെ ലോകം മുഴുവൻ പോവുകയാണ്. 1000-10,000 കർത്താവിൻ്റെ പിന്നാലെ വരികയാണ്. യഹൂദ നേതൃത്വത്തിന് അവരുടെ അനുയായികളെ നഷ്ടമാവുകയാണ്. അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ അവർ ഭയപ്പെട്ടു. റോമക്കാർ വന്ന് യെരുശലേം ദൈവാലയം നശിപ്പിച്ച് യഹൂദന്മാരെയും കൊന്നിട്ട് അവരുടെ ഭരണം അവിടെ സ്ഥാപിക്കുമെന്ന്. ഇപ്പോൾ തന്നെ അവരാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഏതെങ്കിലും വിധത്തിൽ ഒതുക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. അതിനുവേണ്ടി അവർ ആവശ്യമായിരിക്കുന്ന ആലോചനകൾ ചെയ്തു. ഒടുവിൽ ഗത്സമന തോട്ടത്തിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ പിടികൂടി അറസ്റ്റ് ചെയ്ത് അവരെ കൊണ്ടുപോയി മഹാപുരോഹിതന്മാരായിരിക്കുന്ന അന്നാസിൻ്റെയും കയ്യഫാവിൻ്റെയും മുൻപിൽ അവനെ വിസ്തരിച്ചു. അതിനുശേഷം അവനെ ഹെരോദാവിനും പീലാത്തോസിനും കൈമാറി. ഒടുവിൽ പീലാത്തോസിനെ അവർ നിർബന്ധിച്ചു, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കണമെന്ന് തന്നെ നിർബന്ധിച്ചു. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോയി അവനെ നിങ്ങളുടെ മതത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് നിങ്ങൾ ശിക്ഷിക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾക്കൊക്കെയില്ല, കൊല്ലാനുള്ള അധികാരം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ ക്രൂശിച്ച് കൊല്ലാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. ക്രിസ്തുവിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം ഒരു യഹൂദനത് മാന്യമായ മരണമാണ്. ഏറ്റവും ലജ്ജാകരമായിരിക്കുന്ന മരണം ഒരു യഹൂദനെ സംബന്ധിച്ച് ക്രൂശിക്കപ്പെടുക, മരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് യേശുവിനെ അങ്ങനെ തന്നെ കൊല്ലണമെന്ന് തീരുമാനിച്ചതായിരിക്കുന്ന അവർ അവസാനം പീലാത്തോസിനെ നിർബന്ധിച്ച് പീലാത്തോസിനെ കൊണ്ട് യേശു ക്രിസ്തുവിനെ കൊല്ലിക്കുകയാണ് ചെയ്തത്. എന്നാൽ യേശു ക്രിസ്തുവിനെ അവരെ ക്രൂശിച്ച ശേഷം അവൻ്റെ ശരീരം അടക്കിയെങ്കിലും അവർക്ക് സമാധാനം ഉണ്ടായില്ല. കാരണം യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്നതായിരിക്കുന്ന കാലത്ത് ശിഷ്യന്മാരോട് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഞാൻ മരിച്ചാൽ 3-ാം ദിവസം ഉയർക്കുമെന്ന്. അതുകൊണ്ട് അവർ പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഈ ചതിയനായ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവൻ മരിച്ചാലും വീണ്ടും ഉയർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവൻ്റെ കല്ലറ മുദ്ര വെക്കണമെന്ന് പറഞ്ഞു. പീലാത്തോസ് അങ്ങനെ മുദ്ര വെച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, അവൻ്റെ ശിഷ്യന്മാർ വന്ന് ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ഉയർത്തുവെന്ന് കിംവദന്തി പറഞ്ഞുണ്ടാക്കാതിരിക്കാനായിട്ട് ശക്തന്മാരായിരിക്കുന്ന പാലസ് ഗാർഡുകളെ, കൊട്ടാര പട്ടാളക്കാരെ വിട്ട് കാവൽ ചെയ്യണമെന്ന് പറഞ്ഞു. പീലാത്തോസ് പറഞ്ഞു, ആവശ്യത്തിന് തരാൻ കൊണ്ടുപോയി കാവൽ ചെയ്തോളാൻ പറഞ്ഞു. ഇതൊക്കെ ആയിട്ടും എന്താ സംഭവിച്ചത്? 3-ാമത്തെ ദിവസം കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. 3-ാമത്തെ ദിവസം കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. 3-ാമത്തെ ദിവസം കർത്താവിനെ കാണുവാനായിട്ട് ചെന്ന ആളുകളുണ്ട്. ആ ആളുകളെ ചെന്നപ്പോൾ കല്ലറ തുറന്നു കിടക്കുകയാണ്. അവരോട് അവിടെ ഉണ്ടായിരുന്ന ദൂതന്മാർ പറഞ്ഞത്, അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീനെന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിനെ കാണാൻ ചെന്നവരോട് പറഞ്ഞു, അവൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. ആൾ പോയെന്ന് പറഞ്ഞു. ആൾ പോയി, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇല്ലേ, പോയി എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത് ലോകത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിസ്തുല്യമായ സംഭവമാണ്.
അതിനേക്കാൾ വലിയൊരു സംഭവം ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ പറയട്ടെ. കാരണം എന്താണ്? മരിച്ചിട്ട് തനിയെ ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളത്. കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് ആളുകളെ ഉയർപ്പിച്ചിട്ടുണ്ട്, ഏലിയ ഉയർപ്പിച്ചിട്ടുണ്ട്. അത് അങ്ങനെയുള്ള ഉയർപ്പല്ലിത്. കർത്താവായ യേശു ക്രിസ്തു അവനെ ക്രൂശിച്ച് കൊന്നു, 3 ദിവസം അവനെ കല്ലറയിലിരുന്നു, അതിനുശേഷം അവൻ തനിയെ പുറത്തു വന്നു എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അതിശയമാണ്. അപ്പോൾ ഈ അതിശയം സൂക്ഷിച്ച് പഠിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ പല സത്യങ്ങളുണ്ട്. ഞാനെന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനോട് ബന്ധപ്പെട്ട് 5 സത്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, മരണം ജീവിതത്തിൻ്റെ അന്ത്യമല്ല, ജീവിതത്തിൻ്റെ തുടർച്ചയാണത്. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. എത്ര അതിശയകരമായിരിക്കുന്ന പ്രസ്താവനയാണ്! ലോകത്തിലെ ഏതെങ്കിലും മതനേതാവിന് പറയുവാനായിട്ട് കഴിയുമോ? ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നുവെന്ന്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറയാനായിട്ട് സാധിക്കുക? ഒരിക്കലും ഒക്കില്ല. കർത്താവിനെ കൊന്നവർ വിചാരിച്ചു കർത്താവിനെ കൊന്നതോടുകൂടെ അവരുടെ പ്രശ്നം തീർന്നുവെന്ന്. പക്ഷേ അവരുടെ പ്രശ്നം തീർന്നില്ല, തുടങ്ങിയതേ ഉള്ളൂ. പിൽക്കാലത്ത് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പുറകെ അവർ നടന്ന് ദയവേദി യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കരുതെന്ന് അവർ കാലുപിടിച്ച് പറഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ പ്രസംഗിക്കുകയും 1000-10,000ങ്ങളായിട്ട് ആളുകൾ വിശ്വസിക്കുകയും ചെയ്തു. ഈ ഭൂമിയിൽ വെച്ച് ഒരു മനുഷ്യന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അവന് നിത്യജീവൻ കിട്ടുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല, അവൻ നിത്യജീവൻ പ്രാപിക്കുമെന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നിനക്ക് നിത്യജീവൻ കിട്ടുമെന്നാണ് ബൈബിൾ പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാം, നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു ദിവസം നമ്മൾ മരിക്കും, അതോട് തീരുമെന്നാണോ? ഇല്ല, അതുപോലെ തീരുന്നില്ല. അതോടുകൂടെ തീർന്നില്ലെങ്കിൽ നന്നായിരുന്നു, കാരണം പിന്നെ പ്രശ്നമില്ലല്ലോ. പക്ഷേ തീരുകയില്ല. നിങ്ങളെ വിശ്വസിക്കുന്നവരായാലും വിശ്വസിക്കാത്തവരായാലും നിങ്ങളുടെ മരണം നിങ്ങളുടെ അവസാനമല്ലെന്ന് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ മരണം ഈ ഭൂമിയിലെ നിങ്ങളുടെ ശാരീരിക ജീവിതത്തിൻ്റെ അന്ത്യം മാത്രമാണ്. അതിനുശേഷം ഒരു ജീവിതമുണ്ട്. കർത്താവിൽ വിശ്വസിച്ചവർക്കത് സ്വർഗത്തിലും വിശ്വസിക്കാത്തവർക്കത് നിത്യനരകത്തിലുമാണ്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം വ്യക്തമായി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് മരിച്ച ആളുകളുടെ മരണത്തോടും അടക്കത്തോടും കൂടെ അവരുടെ ജീവിതം അവസാനിക്കുന്നില്ല, അവരെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ ഒരു ഉയർപ്പുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് കർത്താവായ യേശു ക്രിസ്തു മരിച്ചതായിരിക്കുന്ന സമയത്ത് അനേക കല്ലറകൾ തുറക്കുകയും ആ കല്ലറകൾ അടക്കപ്പെട്ടിരുന്ന ആളുകൾ ഉയർക്കുകയും ചെയ്തിരുന്നു. കർത്താവ് എന്താ പറയുന്നത്? ഞാൻ മരിച്ചുയർക്കുന്നത് പോലെ തന്നെ എന്നിൽ വിശ്വസിക്കുന്നവരും മരിച്ചാൽ ഉയർക്കും. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഈ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മരിക്കുന്നത് കൊണ്ട് ജീവിതം തീരുന്നില്ല, മരിക്കുന്നത് കൊണ്ടെല്ലാം അവസാനിക്കുന്നില്ല. മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുവാനുള്ള സമയം ഇപ്പോഴാണ്, ഇതിന് ശേഷമല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ലെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ഭൂമി ജീവനോടിരിക്കുന്ന ഈ കാലത്ത് കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് മരിക്കേണ്ടി വരികയില്ല. ഈ ഭൂമിയിൽ മരിച്ചാൽ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ നിത്യത കർത്താവിനോടുകൂടെ സ്വർഗത്തിൽ കഴിയുവാനിടയാകും. ഇനിയും അങ്ങനെ നിങ്ങൾ വിശ്വസിക്കാതെയാണ് മരിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിത്യനരകത്തിൽ നിങ്ങളെ കഷ്ടമനുഭവിച്ച് അത് വെന്താലും ചാകാത്തതായിരിക്കുന്ന തീയിൽ നിങ്ങളുടെ നിത്യത കഴിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്, കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കണമെന്നാണ്. നിങ്ങൾ മരണത്തോടുകൂടെ ഇത് തീരുമെന്നൊക്കെ വിചാരിച്ചായിരിക്കുന്നെങ്കിൽ നിങ്ങൾ അമളി തെറ്റിപ്പോയി. ഇല്ല, തീരുകയില്ല. ഇത് കഴിഞ്ഞാൽ ഇവിടുത്തെ 60, 70, 80, 90 കഴിഞ്ഞാൽ പിന്നെ നിത്യകാലം ഇങ്ങനെ അങ്ങ് ജീവിക്കുകയാണ്. സന്തോഷകരമായ സ്വർഗത്തിൽ ജീവിക്കണമെങ്കിൽ കർത്താവിൽ ജീവിക്കണം. കർത്താവില്ലാത്തതായിരിക്കുന്ന നരകത്തിൽ കഷ്ടതയും യാതനയും വേദനയും അനുഭവിച്ച് ജീവിക്കും അല്ലെങ്കിൽ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അതിനിടയാകാതെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം നിങ്ങൾക്കിടയാക്കട്ടെ. രണ്ടാമത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന സത്യമെന്ന് പറയുന്നത്, ജീവിതത്തിന്മേലും മരണത്തിന്മേലും പരമാധികാരം മനുഷ്യനല്ല, ദൈവത്തിന് മാത്രമാണുള്ളത്. ദൈവത്തിന് മാത്രമാണുള്ളത്. ഒരു മനുഷ്യനെ ജീവിപ്പിക്കുവാനും, അത് ആത്മഹത്യയൊക്കെ ചെയ്ത ആളുകൾ മരിക്കുന്നുണ്ട്, അത് ജീവിക്കാനുള്ള ഭയം കൊണ്ട് ചില ആളുകൾ ചെയ്യുന്നതാണ്. എന്നാൽ മരണമെന്ന് പറയുന്നതും ജീവനെന്ന് പറയുന്നത്, ജനനവും മരണവും ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ള കാര്യങ്ങളാണ്. എത്ര വർഷം ഒരാൾ ജീവിക്കണമെന്ന് അയാൾ തന്നെ തീരുമാനിക്കുന്നില്ല. അത് ദൈവം തരുന്നതായിരിക്കുന്ന ആയുസ്സാണ്. അതുപോലെ തന്നെയാണ് മരണത്തെ സംബന്ധിച്ചും ജീവിതത്തെ സംബന്ധിച്ചും. അതുകൊണ്ട് ഈ പരമാധികാരമുള്ളതായിരിക്കുന്ന ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. യേശു ക്രിസ്തുവിനെ കൊന്നുകളയുന്നതോടുകൂടെ അവൻ്റെ ചരിത്രം അവസാനിക്കുമെന്ന് യഹൂദ നേതൃത്വം വിചാരിച്ചു. റോമൻ അധികാരിയായ പീലാത്തോസിനെ കൊണ്ട് വധശിക്ഷ നടപ്പാക്കുകയും
കല്ലറയിൽ അടക്കി റോമൻ മുദ്രയും വെച്ച് ശക്തരായ ഡസൻ കണക്കിന് പടയാളികളെ കുന്തവേന്തിക്കൊണ്ട് കാവൽ നിന്നു. അവർ വിചാരിച്ചു അതുകൊണ്ട് കാര്യങ്ങളെ നിയന്ത്രിക്കാം. സാധിച്ചില്ല. അവർ കർത്താവിനെ അടക്കി കാവൽ നിന്നു, മുദ്ര വെച്ച്, ഒരു പ്രയോജനവുമില്ല. മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അതാണ് ദൈവത്തിനാണ് ജീവിതത്തിൻ്റെ മേൽ പരമാധികാരമുള്ളത്. മരിച്ച വ്യക്തി വീണ്ടും ഉയർക്കണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്ന ദൈവമാണ്. അങ്ങനെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. അതാണ് ക്രിസ്തുവിൽ വിശ്വസിക്കാതെ മരിക്കുന്നവർക്കുള്ളത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കോ നിത്യജീവൻ, നിത്യകാലം ജീവിക്കുന്ന ഒരനുഭവമാണ് അവർക്കുള്ളത്. അപ്പോൾ ജീവിതത്തിൻ്റെ മേലുള്ള ആത്യന്തിക അധികാരം ദൈവത്തിനാകയാൽ ദൈവം തന്ന ജീവൻ മനുഷ്യൻ എടുക്കാതിരിക്കുകയാണ് വേണ്ടത്. എടുത്താൽ തൻ്റെയും കഥ കഴിഞ്ഞെങ്കിലും ചരിത്രം തുടരുന്നതേ ഉള്ളൂ. ഞാൻ പറയാം, പുനരുത്ഥാനത്തോടുകൂടെ ഒരു സ്ഥലം മാറ്റം മാത്രമാണ് ഉണ്ടാകുന്നത്. ഭൂമിയിൽ ജീവിച്ച മനുഷ്യൻ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ മാറ്റപ്പെടും. അവിടെ ജീവിതം തുടരുകയാണ്. ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാൽ എവിടെയാണ് ജീവിതം തുടരേണ്ടത് എന്ന് ആത്യന്തികമായി നിശ്ചയിക്കുന്ന ദൈവമാണ്. പക്ഷേ ദൈവം അതിനൊരു പ്രമാണം വെച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ അവർ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ജീവിതം തുടരുന്നതാണ്. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് കർത്താവിൽ വിശ്വസിക്കാതെ അവർ മരിച്ചാൽ കർത്താവില്ലാത്തതായിരിക്കുന്ന നിത്യനരകത്തിൽ അവരുടെ ജീവിതം തുടരുന്നതാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ വിളിക്കുകയാണ്. എൻ്റെ അടുക്കൽ വരുവീൻ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, എന്നിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് നിത്യജീവനുണ്ടാകും. അതുകൊണ്ട് എൻ്റെ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ പരമാധികാരമുള്ള ദൈവമായി നിങ്ങൾ നിരപ്പ് പ്രാപിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. മൂന്നാമത് ഈ ഭാഗത്തു നിന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന സത്യമെന്ന് പറയുന്നത്, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം ലോകചരിത്രത്തെ തിരുത്തി എഴുതിയ ഒരു സംഭവമാണ്. ക്രിസ്തു മരിച്ച് ഉയർക്കുന്നതുവരെ ലോകത്തൊരു ക്രിസ്ത്യാനി പോലും ഉണ്ടായിരുന്നില്ല. ക്രിസ്തുവിനെ ആരാധിക്കുന്ന ആരാധിക്കുവാനായി പണിത ഒരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല. ക്രിസ്തുവിൻ്റെ ചരിത്രം പറയുന്ന ഒരു പുതിയ നിയമം പോലും ഉണ്ടായിരുന്നില്ല. 66 പുസ്തകങ്ങളടങ്ങുന്ന ബൈബിൾ അതുവരെ ഉണ്ടായിരുന്നില്ല. 39 പുസ്തകങ്ങളടങ്ങുന്ന പഴയ നിയമം മാത്രമാണ് ഉണ്ടായിരുന്നത്. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം വരെയുള്ള ലോകവും പുനരുത്ഥാന ശേഷമുള്ള ലോകവും തമ്മിൽ സാംസ്കാരികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും അജഗജാന്തര വ്യത്യാസമാണുള്ളത്. ലോകത്തുണ്ടായിരുന്ന തിന്മകളെയും ധാർമ്മിക രാജ്യത്വങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ യേശു ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കുകയാണ് ചെയ്തതെന്ന് ഞാൻ പറയട്ടെ. യേശു ക്രിസ്തു ഉയർത്തപ്പോൾ പുതിയ ധാർമ്മികതയും പുതിയ മൂല്യവും പുതിയൊരു സ്വാതന്ത്ര്യവും ഈ ലോകത്ത് നിലവിൽ വന്നു. അന്ന് വരെ നിലവിൽ നിന്നിരുന്ന നരബലികളും ശിശുവിവാഹങ്ങളും അയിത്തങ്ങളും അടിമത്തങ്ങളും എല്ലാം നീക്കപ്പെടുവാനിടയായി. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശേഷമാണ്. AD 30 മുൻപുള്ള ലോകവും അതിനുശേഷമുള്ള ലോകവും തമ്മിൽ എന്തൊരു അന്തരമാണ് ഉള്ളത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ജനിക്കുവാനും ജീവിക്കുവാനും ദൈവം ഇന്ന് ഭാഗ്യം തന്നു. AD 30 മുമ്പാണ് നിങ്ങൾ ജനിച്ചിരുന്നതെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ഈ യേശുവിനെക്കുറിച്ച് കേൾക്കുവാൻ ഭാഗ്യമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ദൈവം നിങ്ങൾക്ക് ഇക്കാലത്ത് ജനിക്കുവാനും ജീവിക്കുവാനും ഭാഗ്യം തന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് തന്നു. കർത്താവ് നിങ്ങളോട് പറയുന്നത് എന്താണ്? തൻ്റെ അടുക്കലേക്ക് വരുവാനാണ്, തന്നിൽ വിശ്വസിക്കുവാനാണ്. തന്നെ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതം മുഴുവനും രൂപാന്തരപ്പെടും. ആ പഴയ ജീവിതമല്ല. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അതൊക്കെയും പുതുതായി തീർന്നിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതോടുകൂടെ പുതിയ പുതിയ മൂല്യങ്ങളാണ്, പുതിയ ധാർമ്മികതയാണ്, പുതിയ ജീവിതത്തിന് പുതിയ അർത്ഥമാണ്, പുതിയ ഭാഗധേയമാണ്. നിങ്ങൾക്കത് വേണ്ടേ? കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന നിത്യജീവനും സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് വേണ്ടേ? കർത്താവിൻ്റെ അടുക്കിലേക്ക് വരൂ, നിത്യത നിങ്ങൾക്ക് അവകാശമായി തീരും. നാലാമത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന സത്യം, ലോകത്തിൻ്റെ ശക്തികൾ മുട്ടുകുത്തിയത് മരണത്തിൻ്റെ മുൻപിലാണ്. എന്നാൽ മരണത്തെ ജയിച്ച ക്രിസ്തുവിൻ്റെ മുൻപിലാണ് ഇനി ലോകം മുട്ടുകുത്തുവാനായിട്ട് പോകുന്നത്. ലോകത്തിലെ എല്ലാ ശക്തികളും, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ മഹാത്മാഗാന്ധി താൻ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ജവഹർലാൽ നെഹ്റു താൻ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും സോക്രട്ടീസും അതുപോലെ ലോകത്ത് മഹാന്മാരായിരിക്കുന്ന അനേകർ അവരൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ അവരെല്ലാവരും മരണത്തിന് മുൻപിൽ മുട്ടുകുത്തി. മരണത്തിന് മുൻപിൽ ഒരു മനുഷ്യർക്കും നോ പറയുവാനോ നാളെയാകട്ടെന്ന് പറയുവാനോ കഴിയുകയില്ല. എന്നാൽ ഞാൻ പറയാം, മരണം ഒരു വ്യക്തിയുടെ മുൻപിൽ മുട്ടുകുത്തി, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുൻപിലാണ്. മരണം അവൻ്റെ മുൻപിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, നീയാണ് മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ, നിൻ്റെ കയ്യിലാണ് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുള്ളത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ മുട്ടുകുത്തിയ മരണത്തെ അതേ കർത്താവ് തോൽപ്പിച്ചു. മരണത്തെ വീണ്ടും തോൽപ്പിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. പാതാളത്തിൻ്റെ താക്കോലുമായി കർത്താവ് പുറത്തു വന്നു.
ഇന്ന് അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ആളുകൾക്ക് മരണത്തെ ഭയപ്പെടുവാൻ കാരണമില്ല. അവർ മരണത്തെ വെല്ലുവിളിക്കുന്നുണ്ട്. ഹേ മരണമേ, നിൻ്റെ വിജയം എവിടെ, നിൻ്റെ വിഷമുള്ളവിടെ എന്ന് ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് വെല്ലുവിളിക്കുവാൻ കഴിയും. എന്തുകൊണ്ട് വെല്ലുവിളിക്കാൻ കഴിയുമെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തു മരണത്തെ കീഴടക്കിയതുകൊണ്ട്. എന്നാൽ ഒരു ദിവസം കർത്താവിൻ്റെ മുൻപിൽ നിന്ന് മുട്ടുകുത്താത്ത ഏത് മനുഷ്യനും കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്തും. കർത്താവിനെ ന്യായം വിധിച്ചിട്ട് നിത്യനരകത്തിലേക്ക് തള്ളും. ഇന്ന് നിങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്തിയാൽ നാളെ നിങ്ങൾക്ക് മരണത്തിന് മുൻപിൽ മുട്ടുകുത്തണ്ട. നിങ്ങൾ മരിക്കുമെന്നുള്ളത് ശരിയാണെങ്കിൽ മരണം നിങ്ങൾക്ക് പരാജയമായിരിക്കുകയില്ല. മരണമെന്ന് പറയുന്ന ഗേറ്റ് വേ ടു ഗ്ലോറി, മഹത്വത്തിലേക്കുള്ള വലിയ വാതിലായിട്ട് നിങ്ങൾക്ക് ഇരിക്കുന്നതാണ്. മരിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ നിത്യതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതാണ്. അതുകൊണ്ട് മരണത്തെ ഭയപ്പെടാതെ ജീവിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ഇന്ന് നമ്മൾ മരണത്തെ തോൽപ്പിച്ച കർത്താവിൻ്റെ മുൻപിൽ വന്ന് മുട്ടുകുത്തണം. പൗലോസ് അപ്പോസ്തലൻ മരണത്തെ വെല്ലുവിളിച്ചു. ഹേ മരണമേ, നിൻ്റെ വിഷമുള്ളവിടെ. പൗലോസ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭവുമാകുന്നു. ലോകത്തിൽ ആരെങ്കിലും മരണത്തെ ലാഭമായി കാണുമോ? അത് കാണണമെങ്കിൽ മരണത്തെ തോൽപ്പിച്ച കർത്താവിൻ്റെ പക്ഷത്ത് നാം വരണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വരിക, കർത്താവിൻ്റെ അടുക്കലേക്ക് വരിക. അവൻ മരണത്തെ തോൽപ്പിച്ചവനാണ്. മരണത്തെ തോൽപ്പിച്ച കർത്താവിൻ്റെ മുൻപിൽ വന്ന് നിങ്ങൾ മുട്ടുകുത്തി, കർത്താവെ, നിന്നെ ഞാൻ രക്ഷിതാവായി സ്വീകരിക്കുന്നുവെന്ന് പറഞ്ഞാൽ നാളെ നിങ്ങൾക്ക് മരണത്തിന് മുൻപിൽ മുട്ടുകുത്തേണ്ട ആവശ്യമില്ല. എൻ്റെ പ്രിയമുള്ളവരെ, നിത്യജീവൻ അവകാശിയായി തീരുവാൻ തക്കവണ്ണം ഇന്ന് നിങ്ങൾ മരണത്തെ തോൽപ്പിച്ച കർത്താവിൻ്റെ അടുക്കിലേക്ക് വരിക. ദൈവം അതിന് നിങ്ങളെ സഹായിക്കട്ടെ. അഞ്ചാമതായിട്ട് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം ലോകജനതയെ രണ്ടായിട്ട് ഭാഗിച്ചു എന്നാണ്, രണ്ടായിട്ട് തിരിച്ചു. സാധാരണ ലോകത്തുള്ള വേർതിരിവുകൾ ധനവാന്മാരെന്നും ദരിദ്രന്മാരെന്നും യജമാനന്മാരെന്നും അടിമകളെന്നും വെളുത്തവരെന്നും കറുത്തവരെന്നും വിദ്യാസമ്പന്നരെന്നും വിദ്യാഹീനരെന്നും ഇങ്ങനെയൊക്കെയാണല്ലോ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അങ്ങനെയുള്ള വേർതിരിവുകൾക്ക് ഇന്ന് പ്രസക്തിയില്ല. ഇന്ന് വർഗം പറയാൻ പാടില്ല, നിറം പറയാൻ പാടില്ല, അങ്ങനെയുള്ള വിവേചനങ്ങൾ പാടില്ലെന്നാണ്. എന്നാൽ ഇന്ന് വേർതിരിവുണ്ട്. കർത്താവ് ഒരു പുതിയ വേർതിരിവ് ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. എന്താണ് ആ വേർതിരിവെന്നറിയാമോ? ക്രിസ്തു ഉള്ളവരും ക്രിസ്തുവില്ലാത്തവരും, ക്രിസ്തുവിലുള്ളവരും ക്രിസ്തുവിന് പുറത്തുള്ളവരും, വെളിച്ചത്തിൻ്റെ മക്കളും ഇരുളിൻ്റെ മക്കളും, പുതിയ സൃഷ്ടിയും പഴയ സൃഷ്ടിയും, നിത്യസ്വർഗത്തിൻ്റെ പൗരന്മാരും ഭൂമിയുടെ പൗരന്മാരും. എന്തൊരു വ്യത്യസ്തമായിരിക്കുന്ന തരംതിരിവാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾക്കിഷ്ടമായാലും ഇഷ്ടമില്ലെങ്കിലും ഈ തരംതിരിവ് നിത്യത വഴി നിലനിൽക്കുന്ന തരംതിരിവാണ്. നിങ്ങൾ ഒന്നുകിൽ കർത്താവിൻ്റെ മക്കളാണ്, അല്ലെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ മക്കളല്ല. ഒന്നുകിൽ നിങ്ങൾ ക്രിസ്തുവിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന് പുറത്താണ്. ഒന്നുകിൽ നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇരുളിൻ്റെ മക്കളാണ്. ഒന്നുകിൽ നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പഴയ സൃഷ്ടിയാണ്. ഒന്നുകിൽ നിങ്ങൾ നിത്യസ്വർഗത്തിൻ്റെ പൗരന്മാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ നിത്യ നരകത്തിൻ്റെ പൗരന്മാരാണ്. ഇന്ന് ഭൂമിയുടെ പൗരന്മാരാണ് നമ്മളെല്ലാവരും, ശരി തന്നെ. പക്ഷേ ഇവിടുത്തെ നമ്മുടെ പൗരത്വം 50, 60, 70, 80, 90 വർഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്നതാണ്. അതിനുശേഷം ഒരു ജീവിതമുണ്ട്. എവിടെ നാം നിത്യത കഴിക്കുമെന്നുള്ളതാണ്, സ്വർഗത്തിലോ നരകത്തിലോ. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു സൃഷ്ടിച്ചതായിരിക്കുന്ന ഈ വേർതിരിവിനെ നമുക്ക് അവഗണിക്കുവാനായിട്ട് കഴിയുകയില്ല. ഇല്ല, ഞാനതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയുവാനായിട്ട് കഴിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുവൻ ക്രിസ്തുവിലായവൻ പുതിയ സൃഷ്ടിയാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകും, അല്ലെങ്കിൽ പഴയ സൃഷ്ടിയാകും. നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ നിത്യസ്വർഗത്തിന് അവകാശിയാകും, അല്ലെങ്കിൽ നിങ്ങൾ നിത്യനരകത്തിന് അവകാശിയാകും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മരണത്തെ തോൽപ്പിച്ച് 3-ാം ദിവസം വീണ്ടും ഉയർത്തെഴുന്നേറ്റ് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുമായി ഇന്ന് ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു വരുത്തിയതായിരിക്കുന്ന സ്ഥാപിച്ചതായിരിക്കുന്ന വേർതിരിവുകളെ മാനിച്ചുകൊണ്ട്, കർത്താവെ, എനിക്ക് വീണ്ടും ജനിച്ചവരുടെ കൂട്ടത്തിൽ വരണം, ക്രിസ്തുവിലുള്ളവനായി എനിക്കും തീരണം, എനിക്ക് ഇരുളിൻ്റെ മകനായിട്ടല്ല വെളിച്ചത്തിൻ്റെ മകനായിട്ട് തീരണം, എനിക്ക് നിത്യസ്വർഗത്തിൻ്റെ പൗരനാകണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ കർത്താവ് പറയും, അത് വളരെ എളുപ്പമാണ്. നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണല്ലോ ഞാൻ മരിച്ചത്. എൻ്റെ അടുക്കലേക്ക് വരിക, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയുക, നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടും. നിങ്ങൾ സ്വർഗത്തിൻ്റെ പൗരന്മാരാകും, നിങ്ങൾ വെളിച്ചത്തിൻ്റെ പൗരന്മാരാകും, നിങ്ങൾ ക്രിസ്തുവിൽ ജീവിക്കുന്നവരാകും. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതുകൊണ്ട് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്, ഈ പുനരുത്ഥാന പെരുന്നാൾ ലോകമെങ്ങും ആഘോഷിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലൊരു പുനരുത്ഥാനം ഉണ്ടാകട്ടെ. പാപത്തിൽ മരിച്ചു കിടക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനിലൊരു പുനരുത്ഥാനം ഉണ്ടാകട്ടെ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നാണ് പറഞ്ഞത്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും ശക്തി അതിനെ തോൽപ്പിച്ച കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. ദൈവം അത് നിങ്ങളെ സഹായിക്കട്ടെ. 2000 വർഷങ്ങൾക്ക് മുൻപ് മധ്യപൂർവ്വദേശത്ത് അധികമാരും അറിയാതിരുന്ന ബേത്ലഹേം എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ ദാരിദ്ര്യത്തിൽ മുങ്ങിക്കിടന്ന ജോസഫ് മറിയം ദമ്പതിമാരുടെ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയുടെ മരണവും മരണശേഷമുള്ള പുനരുത്ഥാനവും ഈ ഭൂമിയിൽ തന്നെ സമാനതകളില്ലാത്ത സംഭവങ്ങളാണ്.
ആരാലും കൈവിടപ്പെട്ട് നിന്ദിതനായി നിസ്സാരനായി 2 കള്ളന്മാരുടെ മധ്യത്തിൽ 3 ആണികളിൽ തൂങ്ങി കൊല്ലപ്പെട്ട യേശു ക്രിസ്തു എന്ന വ്യക്തിയെ ഇന്ന് ലോകം മുഴുവനും ആദരിക്കുകയും ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അവൻ മരണത്തെ തോൽപ്പിച്ചു വീണ്ടും ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് കൊണ്ടാണ്. ക്രൂശിൽ 3 പേരാണ് മരിച്ചത്. അതിൽ ഒരാളെ ഉയർത്തെഴുന്നേറ്റുള്ളൂ, മറ്റവർ 2 പേരും അടക്കപ്പെട്ടു പോയി. എന്നാൽ ക്രൂശിൽ മരിച്ച ഒരു കള്ളനോട് കർത്താവ് പറഞ്ഞ ഒരു വാക്കുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച കള്ളനോട് പറഞ്ഞു, നീ മരിച്ചാൽ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്കും ആ ഭാഗ്യാവസ്ഥ ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്. വരിക, കർത്താവിൻ്റെ അടുക്കലേക്ക് വരിക, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, മരണത്തെ കീഴടക്കി ഉയർത്ത കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുക. ദൈവം നിങ്ങൾക്ക് നിത്യജീവൻ നൽകും, പറുദീസ നിങ്ങൾക്ക് സ്വന്തമായി തീരും. വലിയവനായ ദൈവം അതിന് നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പൊന്നുതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.